ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു നൈസ് ട്രേഡ്. ദിസ് ഈസ് നിയാസ്. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീക്കിലി നമുക്ക് മാർക്കറ്റ് അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം സമയം പോലെയെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. നിഫ്റ്റിയുടെ അനാലിസിസ് ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം നിഫ്റ്റി വളരെയധികം ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ഓരോ അനാലിസിസിലും നമ്മൾ പ്രത്യേകം പറഞ്ഞ രീതിയിൽ തന്നെയുള്ള ഒരു ലെവലുകളൊക്കെ റെസ്പെക്ട് ചെയ്തിട്ട് തന്നെയാണ് നിഫ്റ്റി വന്നിട്ടുള്ളത്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 22,800 എന്ന് പറയുന്നത് വളരെ വലിയൊരു സപ്പോർട്ടാണ്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയുടെ ഒരു രത്ന എന്ന് പറയുന്നത്. സോ അത് ബ്രേക്ക് ചെയ്യാതിരിക്കട്ടെ. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം നല്ല സെല്ലിംഗ് പ്രഷർ ഉണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. സോ ഈ വീഡിയോയിൽ നമ്മളെപ്പോഴും ചെയ്യാറുള്ളത് പോലെ നിഫ്റ്റിയുടെ ലിക്വിഡിറ്റി അനാലിസിസും അതുപോലെ തന്നെ ബൈയിങ് ആൻഡ് സെല്ലിംഗ് പ്രഷർ അനാലിസിസുമാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് അങ്ങനെ തന്നെ നോക്കുമ്പോൾ എന്തായിരിക്കും മാർക്കറ്റിൻ്റെ അടുത്ത വീക്കിലുള്ള പെർഫോമൻസും മറ്റു കാര്യങ്ങളൊക്കെ എന്തായിരിക്കാനാണ് സാധ്യത എന്നുള്ളത് എൻ്റെ ഒരു വ്യൂ ഞാൻ പറയുന്ന ഒരു വീഡിയോ ആണിത്. സോ ഐ ഇൻവൈറ്റ് യു ഓൾ ടു ദ അനാലിസിസ് ഓഫ് നിഫ്റ്റി 50. അപ്പോൾ ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത് നിഫ്റ്റിയുടെ ഫ്യൂച്ചേഴ്സ് ചാർട്ടാണ്. അതായത് ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. സോ ഇതിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് നിഫ്റ്റി കോൺസിക്യൂട്ടീവ്ലി വാസ് ഫാളിങ് ഫ്രം ലാസ്റ്റ് 27 സെപ്റ്റംബർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കറക്ഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു എത്രയായി ഇപ്പോൾ 13% കറക്ഷനായി. സോ നമുക്ക് ക്രാഷ് എന്നുള്ള ടേംസ് ഒന്നും യൂസ് ചെയ്യാറായിട്ടില്ല. ബിക്കോസ് ക്രാഷ് ഷുഡ് ബി മോർ ദാൻ 20 ഓർ 25% ഓർ സംതിങ്. ദിസ് ഇസ് ജസ്റ്റ് എ 13% കറക്ഷൻ. ഇതൊരു വാല്യുവേഷൻ കറക്ഷൻ ആയിട്ട് വേണം നമ്മൾ കാണാൻ. ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിഫ്റ്റി കുറേ സമയത്ത് പ്രത്യേകിച്ചൊരു പോസിറ്റീവ് ന്യൂസ് ഒന്നും ഇല്ലാഞ്ഞിട്ട് പോലും ഭയങ്കരമായിട്ട് റൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഇലക്ഷൻ ലോ ആയിരുന്നു ഈ കാണുന്ന ക്യാൻഡിൽ ഞാനിപ്പോൾ എടുത്ത് വരക്കുന്നത്. അവിടെ മുതൽ 20% നിഫ്റ്റി കയറിയത് എന്ത് പോസിറ്റീവ് ന്യൂസിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്ന് ഞാൻ മിക്ക വീഡിയോയിലും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടന്റുകൾ അതിനെക്കുറിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കറിയാം ഇലക്ഷൻ നടന്നത് ജൂൺ 4 ആ ഒരു വലിയൊരു നെഗറ്റീവ് ക്യാൻഡിലാണ് വന്നത്. മീൻസ് ഏകദേശം ഒരു ബി.ജെ.പി. ഗവൺമെൻറ് ഫോം ചെയ്യും എന്ന് അറിഞ്ഞതിന് ശേഷം പിന്നീട് മാർക്കറ്റ് വീണ്ടും കയറി. പക്ഷെ നമുക്കെല്ലാവർക്കും അറിയാം അടുത്ത 5 വർഷത്തേക്ക് ഒരു കോalition ഗവൺമെൻറ് ആണ് ഉള്ളത് എന്നുള്ളത്. സോ അത് ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാകുന്ന ഒരു സംഭവമാണ് കോalition ഗവൺമെൻറ് എന്ന് പറയുന്നത്. സോ അത് ഒരു വലിയൊരു കാരണം തന്നെയാണ് FIIs ഇന്ത്യയിൽ നിന്ന് സെൽ ചെയ്ത് പോകാനുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സോ മീൻസ് ഇലക്ഷന് ശേഷം വന്നിട്ടുള്ള ഈ ഒരു റൺ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വലിയൊരു പോസിറ്റീവ് ന്യൂസ് ഒന്നും ഇല്ലാതെ വന്നിട്ടുള്ള ഒരു റണ്ണായിരുന്നു. സോ വിച്ച് മീൻസ് ദാറ്റ് വാസ് എ ക്ലിയർ ഓവർ വാല്യുവേഷൻ ഓഫ് നിഫ്റ്റി. സോ അത് പിന്നീട് നമ്മൾ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വാല്യുവേഷൻ കറക്റ്റ് ചെയ്ത് നല്ല രീതിയിലേക്ക് എത്തി മാർക്കറ്റ് കറക്റ്റ് ചെയ്തിട്ട് നിൽക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാല്യുവേഷൻ കറക്ഷൻ മൊത്തം നിഫ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ മാർക്കറ്റ് നടത്തുക എന്ന് പറയുന്നത് നമ്മളുടെ ഇക്കണോമിക്ക് ഏറ്റവും നല്ലൊരു കാര്യമാണ്. നമ്മളുടെ മാർക്കറ്റ് തകരാതിരിക്കാൻ ഏറ്റവും നല്ലൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരുടെയും പോർട്ട്ഫോളിയോ ലോസിലാണെന്ന് അറിയാം. എല്ലാവർക്കും ലോസ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഇതിൻ്റെ ഒരു പാർട്ട് ആൻഡ് പാർസലാണ്. സോ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നല്ല നല്ല സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അണ്ടർ വാല്യൂഡ് ആയിട്ട് ഇഷ്ടംപോലെ നല്ല ഗുഡ് ക്വാളിറ്റി സ്റ്റോക്സ് കിടക്കുന്നുണ്ട്. ഡിവിഡൻഡ് സ്റ്റോക്സ് ആണെങ്കിലൊക്കെ കിടക്കുന്നുണ്ട്. നമ്മൾ അതിനെ പറ്റിയൊക്കെ ഒരുപാട് പ്ലേലിസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്, ഇഷ്ടംപോലെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, വാല്യുവേഷനൊക്കെ ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. സോ അതെല്ലാം പോയിട്ട് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഇത്തരം സമയങ്ങൾ നമ്മൾ അതിന് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പോർട്ട്ഫോളിയോ റീസ്ട്രക്ചർ ചെയ്തിട്ട് ഓവർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ അല്ലെങ്കിൽ അണ്ടർ പെർഫോമിംഗ് ആയിട്ടുള്ള കമ്പനികളെല്ലാം നമുക്ക് അതിൽ നിന്നൊക്കെ എടുത്തൊഴിവാക്കി നല്ല ഒരു റീസ്ട്രക്ചറിങ്ങിനുള്ള ഒരു സമയം കൂടിയാണ്, പഠിക്കാനുള്ള ഒരു സമയം കൂടി ആയിട്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് കാണുക എന്നുള്ളതാണ്. ബിക്കോസ് നമുക്കറിയാം ഇതെപ്പോഴാണ് ഇനിയിപ്പോൾ അറിയില്ല എപ്പോഴാണ് ഇനിയിപ്പോൾ ഇത് കരകയറി എത്തുക, തിരിച്ചു പോകുക എന്നുള്ളത്. സോ ഞാൻ പറഞ്ഞു വന്നത് 13-14% കറക്ഷനാണ് ഇപ്പം ഉണ്ടായിട്ടുള്ളത്. സോ ഇനി ഇതിൻ്റെ സപ്പോർട്ട് എവിടെ ഉണ്ടാകും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ലിക്വിഡിറ്റി ലെൻസ് ഒന്ന് ഓൺ ആക്കുവാണ്. അപ്പം ലിക്വിഡിറ്റി ലെൻസ് ഓൺ ആക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിലുള്ള ലിക്വിഡിറ്റി കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നൈസ് ട്രേഡ് തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ടൂളാണ് BSP എന്ന് പറഞ്ഞിട്ടുള്ള ടൂള്. ഇത് നമ്മളുടെ പ്രീമിയം മെമ്പേഴ്സിന് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഗ്രൂപ്പിൽ കൊടുക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. ഇത് നമുക്ക് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ് പ്രഷർ അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് ലിക്വിഡിറ്റി ഏരിയകളിൽ നിന്ന് ഇപ്പോൾ ഈ ലിക്വിഡിറ്റി സ്റ്റോക്കിൻ്റെ കേസിലാണെങ്കിലൊക്കെ നമ്മൾ ഈ ഒരു ഇൻഡിക്കേറ്റർ മുഖാന്തരം നമ്മളുടെ മെമ്പേഴ്സിന് കൊടുക്കാറുണ്ട്. സോ ദേ കാൻ ചെക്ക് വെദർ ആ ലിക്വിഡിറ്റി ഏരിയയിൽ നിന്ന് ബൈയിങ് പ്രഷർ ഉണ്ടോ എന്ന്. സോ അത്തരത്തിലുള്ള സ്റ്റോക്കുകളും ഇൻഡെക്സുകളൊക്കെ ആണെങ്കിൽ ബൈയിങ് പ്രഷർ ഉണ്ടെങ്കിൽ വാങ്ങുക എന്നുള്ളൊരു ഐഡിയ ആണ്. അപ്പോൾ നമുക്കിങ്ങനെ ഇതെടുത്ത് നോക്കുവാണെങ്കിൽ ഈ ഒരു ടൂള് ഇപ്പോൾ ആദ്യം ഇവിടെ ഒരു ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു. അവിടുത്തെ ബൈയിങ് പ്രഷർ നോക്കുകയാണെങ്കിൽ അവിടെ നല്ല ക്ലിയർ സെല്ലിംഗ് പ്രഷറാണ് ഉണ്ടായിരുന്നത്. -0.05 എന്ന് പറഞ്ഞിട്ട് ഇവിടെ അതിൻ്റെ വാല്യൂ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. 0.06 മേലെ ആണെങ്കിൽ നമുക്ക് ഒരു ബൈയിങ് പ്രഷറും -0.06 കൂടുതലാണ് വാല്യൂ എന്നുണ്ടെങ്കിൽ സെല്ലിംഗ് പ്രഷറാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് സപ്പോർട്ട് കിട്ടില്ല എന്നുള്ളത് ഈ സെല്ലിംഗ് പ്രഷർ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. പിന്നീട് ഉണ്ടായിരുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും നമുക്കറിയാം, നമ്മൾ നോക്കുന്നത് റെഡ് എന്ന് പറയുന്നത് സ്വിംഗ് ഹൈയിലുള്ള ലിക്വിഡിറ്റിയാണ്. ഗ്രീൻ എന്ന് പറയുന്നത് സ്വിംഗ് ലോയിലുള്ള ലിക്വിഡിറ്റിയാണ്. അതിന് പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാവാറില്ല.
എന്നാലും നമ്മളതിന് റെഫറൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നീട് വന്നത് ഈ റെഡ് ഏരിയയിലേക്കാണ്. ആ റെഡ് ഏരിയയിലേക്ക് വന്ന സമയത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കറിയാം സെല്ലിംഗ് പ്രഷർ തന്നെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. സോ ആ സമയത്ത് നമ്മൾ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു റിവേഴ്സലാവാൻ സാധ്യതയില്ല. ഇവിടുത്തെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ 11 മില്യൻ്റെ ഒരു ലിക്വിഡിറ്റി ഉണ്ടായിരുന്നല്ലോ. അത് ജസ്റ്റ് സ്വീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഇതൊരു സ്മാർട്ട് മണി കോൺസെപ്റ്റ് ആണ് ട്ടോ. കുറേ ആൾക്കാർക്ക് ഇത് കേട്ട് പരിചയം ഉണ്ടാവും. അപ്പം ആ ഒരു സ്വീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോക്കായിരുന്നു ഇത് എന്നുള്ളത് നമ്മളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് വീണ്ടും നമ്മൾ അടുത്ത ഒരു ലെവലിൽ വേണ്ടിയിട്ട് കാത്തിരുന്നു. യു ക്യാൻ സീ ഹിയർ. അടുത്ത ലെവൽ എന്ന് പറയുന്നത് ഇവിടെയായിരുന്നു. സോ ഐ വാസ് കൺസിസ്റ്റന്റ്ലി സെയിങ് ദാറ്റ് 22,800 എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയയാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത്. ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ഒരു ഇതിലേക്കാണ്. ഓൾറെഡി വന്നു. അവിടുന്ന് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഇവിടെ തട്ടിയപ്പോൾ തന്നെ നമുക്കറിയാം ലിക്വിഡിറ്റി ഏരിയയിലേക്ക് വരുന്ന സമയത്ത് തന്നെ നല്ല രീതിയിലൊരു ബൗൺസ് ഉണ്ടാവുന്നുണ്ട്. കണ്ടില്ലേ? അതായത് അതിൻ്റെ പ്രീവിയസ് ലോനെ ബ്രേക്ക് ചെയ്യുന്ന തരത്തിൽ അല്ലെങ്കിൽ പ്രീവിയസ് ഹൈനെ ബ്രേക്ക് ചെയ്യുന്ന തരത്തിൽ ഒരു ബൗൺസ് നമുക്ക് കാണാറുണ്ട്. ഇവിടുത്തെ ഈ ഒരു ഏരിയയിൽ എത്തിയ സമയത്ത് നല്ലൊരു ബൗൺസ് വന്നു. ഈ ഒരു ഏരിയയിൽ എത്തിയ സമയത്തും ഒരു ബൗൺസ് വന്നു. സോ ഇതെല്ലാം ബൗൺസ് ആണ്. സോ ഞാൻ അന്നേ പറയുന്നുണ്ടായിരുന്നു ഗ്രൂപ്പിലാണെങ്കിലും അല്ലാത്ത വീഡിയോയിലാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇതൊരു ബൗൺസ് ആവാൻ സാധ്യതയുണ്ട് നമ്മൾ നോക്കണം എന്നുള്ളത്. ഓക്കെ, അതൊരു ബൗൺസ് ആയിരുന്നു. ഇറ്റ് വാസ് നോട്ട് എ റിവേഴ്സൽ. അപ്പോൾ നമുക്കൊരു ക്ലിയർ റിവേഴ്സൽ കിട്ടണമെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ബൈയിങ് പ്രഷർ കാണണം. അതായത് 0.06നേക്കാൾ കൂടുതൽ വാല്യൂ വരുന്ന ക്യാൻഡലുകൾ നമുക്ക് കിട്ടണം എന്നുള്ളതാണ്, ഗ്രീൻ ക്യാൻഡലുകൾ. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഫോം ചെയ്തിട്ടുള്ള ക്യാൻഡലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു ന്യൂട്രൽ വാല്യൂ ആണ്. -0.01 എന്ന് പറയും. അതിൻ്റെ മുമ്പ് ഇവിടെ ടച്ച് ചെയ്തിരുന്ന സമയത്തുള്ള ആ റെഡ് ക്യാൻഡലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ സെല്ലിംഗ് പ്രഷർ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. മുൻപ് അതായത് 27 ജനുവരിയിൽ ഇവിടെ ആ ഒരു ലിക്വിഡിറ്റി ഏരിയയിലേക്ക് വന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സെല്ലിംഗ് പ്രഷർ എന്ന് പറയുന്നത് -0.13 ആണ്. നല്ല സെല്ലിംഗ് പ്രഷർ ഉണ്ട്. ഇനി അതേ ഏരിയയിലേക്ക് തന്നെ വീണ്ടും ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടി വന്ന സമയത്ത് നോക്കുക, ഇപ്പോഴത്തെ ക്യാൻഡലിന് -0.01 ആണ്. അതായത് നമ്മളുടെ ത്രെഷോൾഡിൻ്റെ ഉള്ളിലാണുള്ളത്, ന്യൂട്രൽ സോണിലാണുള്ളത്. അപ്പോൾ നമുക്ക് പറയാം ന്യൂട്രൽ ആണെന്ന് വേണമെങ്കിൽ പറയാം. തിങ്കളാഴ്ചത്തെ ക്യാൻഡിലും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആ ക്യാൻഡലിൻ്റെ പ്രഷർ എന്താണെന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ഇനി അടുത്ത ആഴ്ചത്തെ ഒരു ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക. ഇനി നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിലും നമുക്കത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് മാറുന്ന സമയത്ത് നമുക്കറിയാം മുൻപുണ്ടായിരുന്ന ക്യാൻഡലിന് ഒരു ബൈയിങ് പ്രഷർ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇങ്ങോട്ട് വന്ന സമയത്ത് സെല്ലിംഗ് പ്രഷറാണ് വീക്ക്ലി ക്യാൻഡലിൽ കാണുന്നത്. അപ്പോൾ അടുത്ത വീക്ക് എന്ന് പറയുന്നത് ഒത്തിരി ക്രൂഷ്യലാണ്. അടുത്ത തിങ്കൾ ചൊവ്വ എന്നൊക്കെ പറയുന്നത് ക്രൂഷ്യലാണ്. ഇൻ കേസ് ഈ ഒരു പറയുന്ന 22,800 ബ്രേക്ക് ആയെന്ന് വിചാരിക്കുക. അടുത്തൊരു ക്യാൻഡിൽ നല്ല സെല്ലിംഗ് പ്രഷറോട് കൂടി ബ്രേക്ക് ആവുകയാണെങ്കിൽ ഇനി നമുക്ക് കാണാവുന്ന ലിക്വിഡിറ്റി സോൺ എന്ന് പറയുന്നത് വി ക്യാൻ സി ഇവിടെ ഒരു 38 ഉണ്ട്. പക്ഷേ അതൊരു കാര്യമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. സപ്പോർട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പകരം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സി 2 ഏരിയ ഈ ഒരു ഏരിയ 116 മില്യൻ്റെ ഒരു ലിക്വിഡിറ്റി ബ്ലോക്ക് ഇവിടെ ഉണ്ട്. ആ ഏരിയയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് നോക്കുക. 1, 2, 3, 4, 5, 6 6 പ്രാവശ്യം ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ലിക്വിഡിറ്റി സോണാണ്. ഹൈലി പവർഫുൾ ആയിട്ടുള്ള ലിക്വിഡിറ്റി സോണാണ്. അതായത് 21,952 ടു 22,194 എന്ന് പറയുന്ന ഈ ഒരു ഏരിയ. ഓക്കെ, ഇതൊരു റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കേണ്ട. ഞാൻ എൻ്റെ നിഫ്റ്റി അനാലിസിസ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുകയാണ് എന്നുള്ള രീതിയിൽ വേണം ഇതിനെ എടുക്കാൻ. ഓക്കെ, സോ ഇവിടെ ഈ ഒരു ലിക്വിഡിറ്റി ഏരിയയിലേക്ക് നമുക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഇവിടെയാണ് വന്നിട്ടുള്ളത്. ഇൻ കേസ് ഇവിടെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി വരുന്നൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു ഏരിയയിലാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ 20 മില്യൻ്റെ ഓർഡർ ബ്ലോക്ക് ആണ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ലിക്വിഡിറ്റി ആണ് ഉണ്ടായിരുന്നതെന്ന് വിചാരിക്കുക. ഇവിടെ കിടക്കുന്നത് 116 മില്യൺ ആണ്, 116 മില്യൺ. എന്തുകൊണ്ടും ഇവിടെയൊക്കെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ലിക്വിഡിറ്റി ഉണ്ട്. ദിസ് ഈസ് ലൈക്ക് ഡിഗിങ് എ വെൽ, അല്ലെങ്കിൽ ഒരു കിണർ കുഴിക്കുന്ന പോലെയാണ്. നമുക്ക് കാണാൻ പറ്റുകയാണ്. ആ ഒരു 100 അടി കൂടി പോയി 100 അടിയല്ല, ഒരു 4 അടി കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കാണാൻ പറ്റും എന്ന് കാണുമ്പോൾ വീണ്ടും ആളുകൾ കുഴിക്കുന്നില്ലേ? അതുപോലെയാണ് ഈ FIIs ആണെങ്കിലും ബിഗ് പ്ലേയേഴ്സ് ആണെങ്കിലും മാർക്കറ്റിനെ കൊണ്ടുപോകുന്ന ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത്. ദേ ക്യാൻ വെരി വെൽ സീ ദിസ് ലിക്വിഡിറ്റി സോൺസ്. അവർക്ക് അവരുടേതായിട്ടുള്ള ടൂൾ ഉണ്ടാവും. ഇതിപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. അവരുടെ സ്ട്രാറ്റജിയിൽ തന്നെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഒരു തരത്തിൽ ഇവിടെ അവർക്ക് അത്രയും ലിക്വിഡിറ്റി കാണാൻ പറ്റുമ്പോൾ ദേ വിൽ പുഷ് ദ മാർക്കറ്റ് ഡൗൺ ഹിയർ. നല്ല രീതിയിൽ നല്ല അണ്ടർ വാല്യുവേഷനിൽ ഒരുപാട് സ്റ്റോക്കുകൾ അവർക്ക് കിട്ടാൻ വേണ്ടി ദേ വിൽ ട്രൈ ടു പുഷ് ഡൗൺ ദ മാർക്കറ്റ്. അപ്പോൾ ഇനി അങ്ങനെ വരികയാണെങ്കിൽ ഇവിടെയാണ് നമുക്ക് ഒരു സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുള്ളതെന്നുള്ളതാണ്. തിങ്കളാഴ്ചത്തെയും ചൊവ്വാഴ്ചത്തെയൊക്കെ ഡെയിലി ക്യാൻഡിൽ നമുക്ക് സെല്ലിംഗ് പ്രഷറിൽ ഈ 22,800നെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു എക്സ്പെക്ട് ദ മാർക്കറ്റ് ടു സെറ്റിൽ ഹിയർ. ഇനി അവിടെയും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും നോക്കാനില്ല. ഇവിടെ നോക്കിയാൽ മതി 19,900.
അപ്പോൾ ഇവിടെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണെന്നുള്ളതാണ് ആഹ്, ഞാൻ വിശ്വസിക്കുന്നത്. അത് വിശ്വസിക്കാനുള്ള കാരണം ഈ ഒരു സംഭവമാണ്. പക്ഷേ ഇത് അറ്റ് ദ സെയിം ടൈം ദിസ് ഈസ് ആൾസോ സ്കെയറി. നിങ്ങൾ എത്ര പേര് ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഇത് ഗ്രേറ്റ് ഡിപ്രഷൻ അല്ലെങ്കിൽ ദ ഗ്ലോബൽ ക്രൈസിസ്, ലേമാൻ ബ്രദേഴ്സിൻ്റെ കൊളാപ്സും മറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഗ്ലോബൽ ക്രൈസിസിൻ്റെ നിഫ്റ്റിയുടെ വാല്യുവേഷനാണ് കേട്ടോ. 11.51 ആയിരുന്നു നിഫ്റ്റി അന്നത്തെ വാല്യുവേഷൻ ഉണ്ടായിരുന്നത്, PE വാല്യുവേഷൻ വെച്ചിട്ട്. അതേ ലോയിലേക്കായിരുന്നു, ആ ഒരു ട്രെൻഡ് ലൈനിൻ്റെ ലോയിലേക്കായിരുന്നു കൊറോണ സമയത്ത് വീണിട്ടുണ്ടായിരുന്നു, മാർച്ച് 23 എന്ന് പറഞ്ഞിട്ടുള്ള ഡേയിൽ. ഓക്കെ, 18 എന്ന് പറയുന്ന വാല്യൂ ആണ് ഉണ്ടായിരുന്നത്. പിന്നീട് ആ ട്രെൻഡ് ലൈനെ പല സമയം മീൻസ് റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട് നിഫ്റ്റി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്. ഞാൻ ഈ ട്രെൻഡ് ലൈൻ എപ്പോഴും കാണിക്കാറുണ്ട്. പക്ഷേ നിങ്ങളൊന്ന് നോക്കൂ, ആ ട്രെൻഡ് ലൈനെ ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ചെയ്തായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവിടെ? സോ ആ ബ്രേക്ക് എന്ന് പറയുന്നത് കുറച്ച് സ്കെയറിയാണ്. സോ ആ സെല്ലിംഗ് വളരെയധികം പവർഫുൾ ആണെങ്കിൽ വി ക്യാൻ എക്സ്പെക്റ്റ് യുനോ ക്രാഷ് ഓർ എന്താ പറയുക, ഒരു നല്ല രീതിയിലുള്ളൊരു സെൽ ഓഫ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സോ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ, മാർക്കറ്റിനെ പുതിയ ഫ്രഷ് എൻട്രീസ് എടുക്കാതെ ഒരു റിവേഴ്സൽ ആകുന്നത് വരെ, ഒരു റിവേഴ്സൽ കൺഫേം ആവുന്നത് നമ്മളുടെ BSP ടൂളിലൊക്കെ ആണെങ്കിൽ നല്ല രീതിയിലുള്ള ബൈയിങ് പ്രഷർ കാണാൻ വേണ്ടി പറ്റും. അപ്പം ആ ഒരു ബൈയിങ് പ്രഷർ വന്നിട്ട് നിങ്ങൾ ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ മതി. ഓൾറെഡി നമ്മളുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ ആവറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്റ്റോക്കുകളുടെ ലിക്വിഡിറ്റി സോൺ മാത്രം നോക്കുക. എന്തുകൊണ്ട് ലിക്വിഡിറ്റി സോൺ നോക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു ഇത് കാണിക്കാം. അപ്പം കൊച്ചിൻ ഷിപ്പ് യാർഡിൻ്റെ കേസ് കാണിക്കാം. ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്ക് ആയതുകൊണ്ടാണ്. അതിൻ്റെ വീക്കിലി ചാർട്ട് എടുക്കുന്ന സമയത്ത് ഞാൻ മുമ്പേ പറയുന്നുണ്ടായിരുന്നു, അത് മീൻസ് ഇതിലേക്ക് വരുന്നുണ്ട്, ലിക്വിഡിറ്റി സോണിലേക്ക് അത് വരും എന്നുള്ളത്. സോ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റ് പോലെയാണ്. അങ്ങോട്ടേക്ക് മാർക്കറ്റ് ഭയങ്കരമായിട്ട് അടുക്കും. സോ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഓർഡർ ബ്ലോക്കുകളുണ്ട്. ഇതൊക്കെ ഓർഡർ ബ്ലോക്കാണ്. ഈ ഒരു ഓർഡർ ബ്ലോക്കൊക്കെ ഫില്ല് ചെയ്തിട്ടാണ് മാർക്കറ്റ് തിരിച്ച് കയറുള്ളൂ. സോ അവിടുന്ന് നല്ല രീതിയിൽ സപ്പോർട്ട് എടുക്കും. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈയിങ് അവിടെ നടക്കും. സോ നമ്മൾ കൊടുത്തിട്ടുള്ള, നമ്മൾ ഇപ്പം എത്രയാണോ പ്രൈസ് നമ്മൾ അവിടെ കൊടുക്കുന്നത്, ലിമിറ്റ് ഓർഡർ കൊടുക്കുന്നത്, ആ പ്രൈസിൽ വരെ നമുക്ക് നല്ല ക്വാണ്ടിറ്റി എക്സിക്യൂട്ട് ചെയ്യാനും പറ്റും എന്നുള്ളതുകൊണ്ടാണ് ലിക്വിഡിറ്റി സോൺ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടുന്ന് നിങ്ങൾ ബൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വിചാരിച്ച പ്രൈസിനൊന്നും സ്റ്റോക്ക് എക്സിക്യൂട്ട് ആവില്ല, ഒരുപാട് ക്വാണ്ടിറ്റി വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ. സോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ മുതലേ പറയുന്നുണ്ട്, കൊച്ചിൻ ഷിപ്പ് യാർഡിൻ്റെ വീഡിയോ ഇട്ടിട്ട് കുറേ പേരൊക്കെ എന്നെ കളിയാക്കിയിരുന്നു. പക്ഷേ നമുക്ക് വാല്യുവേഷനും മറ്റു കാര്യങ്ങളൊക്കെ വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള അനാലിസിസ് ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. സോ അറിയില്ലെങ്കിൽ അത് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക എന്നുള്ളതാണ് എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത്. സോ ഈ ഒരു ഏരിയയിലേക്ക് ലിക്വിഡിറ്റി അട്രാക്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല, എസ്പെഷ്യലി അറ്റ് ദിസ് മാർക്കറ്റ്. ഓക്കെ. സോ അത് അത്തരത്തിൽ ആ സോണിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് പ്രഷർ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ വെറുതെ നമുക്ക് നോക്കാം. വീക്കിലി ക്യാൻഡിൽ അതിൻ്റെ വാല്യൂ നോക്കും. ഇവിടെ BSPയിൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ് പ്രഷറിൽ ഹൈ സെല്ലിംഗ് പ്രഷറാണ് കാണിക്കുന്നത്. അത് ഇവിടെ മുതലേ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഏരിയ മുതൽ തന്നെ സെല്ലിംഗ് പ്രഷർ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. സോ ഇവിടുന്ന് നല്ല രീതിയിലൊരു സപ്പോർട്ട് എടുത്തിട്ട് ഒരു ബൈയിങ് പ്രഷർ കാണുകയാണെങ്കിലാണ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിലൊക്കെ ഫ്രഷ് ആയിട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. അല്ലെങ്കിൽ നമുക്ക് അവിടുന്ന് ആവറേജ് ചെയ്യാനാണ് നമ്മൾ നോക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയുന്നത്. ഓക്കെ. സോ അത്തരത്തിലാണ്. സോ ഈ ഒരു ചാർട്ട്, നിഫ്റ്റിയുടെ PEയുടെ ഈ ഒരു ചാർട്ട് ഇത്തിരി സ്കെയറിയാണ്. അതുപോലെ തന്നെ നോക്കുന്ന സമയത്ത് നിഫ്റ്റിയുടെ മറ്റ് അനാലിസിസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ഈ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഗുഡ്. അതർവൈസ് വി ക്യാൻ എക്സ്പെക്ട് ഇൻ ദ 116 മില്യൺ എന്ന് പറയുന്ന ഈ ഒരു ബോക്സിൽ നമുക്ക് സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യാം. അവിടെ നല്ല രീതിയിൽ സപ്പോർട്ട് എടുക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ സീ ഒരുപാട് തവണ സപ്പോർട്ട് എടുത്തിട്ടുള്ളൊരു ഏരിയയാണ്. അതിനെ ബ്രേക്ക് ചെയ്യാൻ ഈവൻ ഈ ലാസ്റ്റ് കൊറോണയ്ക്ക് ശേഷം ഉണ്ടായിരുന്ന ഒരു ക്രാഷ് എന്ന് പറയുന്നത് ഈ ജൂൺ 4 മോഡി ക്യാൻഡിലാണ്. ഇതാണ് മോഡി ക്യാൻഡിൽ. മോഡി തോറ്റു പോകുകയാണെന്ന് കണ്ട സമയത്ത് ഒരുപാട് വോട്ടുകൾക്ക് പിന്നിലായിരുന്ന സമയത്ത് വീണ ക്യാൻഡിലാണിത്. ആ ക്യാൻഡിൽ പോലും അവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. സോ അവിടെ ഇനിയും സപ്പോർട്ട് എടുക്കാൻ തന്നെയാണ് സാധ്യത എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം അത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്കുള്ള ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലാണ്. അത്രയ്ക്ക് വലിയ ക്രാഷ് മീൻസ് മാർക്കറ്റിന് വരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് എത്ര വരും ടോപ്പിൽ നിന്നാണെങ്കിൽ ഇറ്റ്സ് 25%. സോ വി ക്യാൻ ടെക്നിക്കലി കോൾ ഇറ്റ് എ ക്രാഷ്. ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 25%-നൊക്കെയാണ് നമ്മൾ ക്രാഷ് എന്ന് പറയുക. സോ ഇവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ 116 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോഡി ക്യാൻഡിലെല്ലാം സപ്പോർട്ട് എടുത്തിട്ടുള്ള ഈ ഒരു ഏരിയ നമുക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ താഴേക്ക് വീഴുകയാണെങ്കിൽ അത് മാർക്കറ്റ് ക്രാഷ് ആവും. സോ അണ്ടിൽ നൗ ദർ ഈസ് നോ ക്രാഷ്. ഒന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, പാനിക് ആവേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് നല്ല രീതിയിൽ നല്ല അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ കണ്ടെത്തി അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാം. അതുപോലെ ഇപ്പോൾ സാന്ദർഭികമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് അണ്ടർ വാല്യൂഡ് സ്റ്റോക്കുകൾ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രീമിയം മെമ്പേഴ്സിന് അത് അതിൻ്റെ എക്സൽ ഷീറ്റും ഗൂഗിൾ ഷീറ്റൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 100-150 അണ്ടർ വാല്യൂഡ് സ്റ്റോക്കുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്.
50ൻ്റെ അടുത്ത് ഡിവിഡൻഡ് കൊടുക്കുന്ന അണ്ടർ വാല്യൂഡ് സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. യു ക്യാൻ ബി ദ മെമ്പർ ആൻഡ് അവൈൽ ദീസ് സർവീസസ്. സോ അതാണ് എൻ്റെ ഒരു നിഫ്റ്റി അനാലിസിസ്. സോ കീപ് ട്രാക്ക് ഓഫ് ദിസ് ട്രെൻഡ് ലൈൻ ഓഫ് PE. ഓക്കെ. ഓൾസോ ഈ ഒരു ലിക്വിഡിറ്റി സോണും നിങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കുക. ആ പ്രൈസ് ലെവൽസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബ്ലൂ ഡോട്ടഡ് ലൈൻസ് ഇട്ടിട്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഈ ബ്ലൂ ഏരിയകളിൽ പ്രൈസ് ലെവൽസ് മനസ്സിലാവുന്നതാണ്. സോ ഷെയർ ദിസ് കണ്ടന്റ് ടു യുവർ ഫ്രണ്ട്സ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഇൻവെസ്റ്റിംഗ്. മാർക്കറ്റ് അനാലിസിസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇത് കൊടുക്കുക. ഒരുപാട് പേര് ഓപ്ഷൻസിലൊക്കെ വെറുതെ ഈ സമയത്ത് ഒന്നും അറിയാതെ നോക്കിയിട്ട് പൈസ കളയുന്നുണ്ട്. സോ അവർക്ക് അനാലിസിസ് എങ്കിലും നോക്കിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യട്ടെ എന്നുള്ളതാണ്. സോ താങ്ക് യു വെരി മച്ച്. പ്ലീസ് ഷെയർ. ബൈ ബൈ.